വാർത്താരംഭത്തിലേക്ക് വിശദമായി. പണിമുടക്കുന്ന ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ. മുതിർന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് എയർ ഇന്ത്യ പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. ജീവനക്കാരുടെ പ്രവൃത്തി ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തതെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു. അതേസമയം ജീവനക്കാരുടെ സമരം തുടർച്ചയായ രണ്ടാം ദിവസവും യാത്രക്കാരെ വലച്ചു. കണ്ണൂരിൽ നിന്ന് 4-ഉം തിരുവനന്തപുരത്ത് നിന്ന് 1 രാജ്യാന്തര സർവീസും ഉൾപ്പെടെ പാർവതി, കഴിഞ്ഞ ദിവസം ഈ ഒരു പണിമുടക്കിനെ തുടർന്ന് വലിയ രീതിയിൽ സർവീസുകൾ റദ്ദാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. തുടർന്ന് കമ്പനി നൽകിയ വിശദീകരണം ഇതായിരുന്നു. അതായത് കൂട്ടത്തോടെ ജീവനക്കാർ മെഡിക്കൽ ലീവ് എടുത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായതെന്നുള്ളൊരു വിശദീകരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ടിക്കറ്റ് എടുത്തവർക്ക് അവർക്ക് മുഴുവൻ തുക നൽകാമെന്നും ഒപ്പം തന്നെ പിന്നീട് ഏതെങ്കിലും ദിവസം സർവീസിൽ ഉൾപ്പെടുത്താമെന്നുള്ള ഒരു വിശദീകരണമായിരുന്നു കഴിഞ്ഞ ദിവസം കമ്പനിയുടെ ഭാഗത്തും വന്നിരുന്നതെങ്കിൽ ഇന്നും സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജീവനക്കാർക്കെതിരെ അടുത്ത നടപടികളിലേക്ക് കമ്പനി അധികൃതർ കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇന്നലെ ഹാജരാവാതിരുന്ന ജീവനക്കാർക്കെതിരെ എല്ലാം തന്നെ ഇപ്പോൾ പിരിച്ചുവിടൽ നടപടി അതിന്റെ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഗുഡ്ഗാവിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലൊരു സ്ഥിരീകരണമില്ല. ഇതിൽ കമ്പനി പറയുന്ന കാര്യം ഇതാണ്: കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തകർക്കുകയും ചെയ്തു, കൂടാതെ തന്നെ ജീവനക്കാർക്ക് മാനഹാനി ഉണ്ടായി, കൂടാതെ തന്നെ പല ഷെഡ്യൂളുകളും അത് തയ്യാറാക്കിയിരുന്നത് അത് തകർത്തു ഈ ഒരു കൂട്ടൽ അവധിയെടുക്കലിലൂടെ. കൂടാതെ തന്നെ മാനനഷ്ടമുണ്ടായി, ധനനഷ്ടമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പിരിച്ചുവിടൽ നോട്ടീസിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെയും ഇന്നും ഹാജരാവാതിരുന്ന എല്ലാ ജീവനക്കാരെയും പിരിച്ചുവിടുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കമ്പനി കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നും പണിമുടക്ക് തുടരുന്ന ഒരു പശ്ചാത്തലമാണ്. നിരവധി സർവീസുകൾ റദ്ദാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം 88ഓളം ആഭ്യന്തര സർവീസുകൾ ഉൾപ്പെടെ റദ്ദാക്കുന്നതാണ് കാണാൻ സാധിക്കുകയും ചെയ്തത്. നിരവധി യാത്രക്കാർ പല എയർപോർട്ടുകളിലും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടുത്ത നടപടിയിലേക്ക് ജീവനക്കാർക്കെതിരെ ഇപ്പോൾ കമ്പനി നീങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരണം വന്നിട്ടില്ല. ഒരു മീറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടും ഒക്കെ നേരത്തെ തന്നെ ഈ ആവശ്യം കമ്പനി അധികൃതർക്ക് മുന്നിലേക്ക് ഈ ജീവനക്കാർ വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പാലിക്കാതെയും ഒപ്പം തന്നെ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചതിനെ തുടർന്നാണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക്, സർവീസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് ജീവനക്കാർ കടക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് കമ്പനിയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്, കമ്പനി കൊടുത്ത നടപടിയിലേക്ക് നീങ്ങിയും ചിരിക്കുന്നത്. എന്തായാലും ഹാജരായിരുന്ന എല്ലാ ജീവനക്കാർക്കും ഇപ്പോൾ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മിഥുനപ്പോൾ ഈ പരിഷ്കരണ നടപടികളിലാണ് ജീവനക്കാർക്ക് അതൃപ്തിയുള്ളത്. ഇതിൽ ജീവനക്കാരുമായി മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? പാർവതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഗുഡ്ഗാവിൽ വൈകിട്ടോടെ ഒരു ചർച്ച ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ജീവനക്കാരും ഇക്കാര്യത്തിലൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കമ്പനി അധികൃതർ നേരിട്ട് തന്നെ ഇന്ന് ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രതിഷേധിച്ച എല്ലാ ജീവനക്കാർക്കും പിരിച്ചുവിടൽ നോട്ടീസ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു. യാതൊരുവിധ ചർച്ചകൾക്കും ഇതിനു മുമ്പ് നടത്താതെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ജീവനക്കാരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഈ ഒരു ചർച്ച ഉണ്ട് എങ്കിൽ അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് വരും. ഈ പിരിച്ചുവിടൽ നടപടി പിന്മാറുമോ അതോ മറ്റേതെങ്കിലും നടപടിയിലേക്ക് നീങ്ങുമോ, അല്ലെങ്കിൽ ഇതിൽ തന്നെ തുടരുമോ കമ്പനി എന്നുള്ളതൊക്കെ തന്നെ ആ ചർച്ചയ്ക്ക് ശേഷം മനസ്സിലാക്കും. ശരി മിഥുൻ. ഡാനി